എല്ലാ കുട്ടികൾക്കും സുമൻ സാറാണ്. നമ്മുടെ +2 സേ +1 ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഈ വർഷത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം 2025 രണ്ടും കൂടി എഴുതുക. എന്തായാലും എൻ്റെ നോട്ടത്തിൽ ഒരുമിച്ചാവാനുള്ള സാധ്യതയില്ല. മീൻസ് +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നു, +2 റെഗുലർ എഴുതുന്നു, അങ്ങനെയുള്ളൊരു സംഭവം ആവാൻ സാധ്യതയില്ല. മിക്കവാറും അതിന് മുന്നിലായിരിക്കും ഇമ്പ്രൂവ്മെൻ്റ് എക്സാം. +2 റെഗുലർ എക്സാം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം തീർക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ +2 റെഗുലർ എന്ന് പറഞ്ഞാൽ ഇപ്പം സേ എഴുതാൻ പോകുന്നവർ അതിന് മുമ്പായിട്ട് റെഗുലർ എക്സാം എഴുതണം. അതും ഇപ്പോൾ ഫെയിലായി മാത്രം പിന്നെ സേ എന്ന് പറഞ്ഞ ഒറിജിനലിലോട്ട് പോയാൽ മതി. അപ്പോൾ ഈ വർഷത്തെ രീതി അനുസരിച്ച് നമുക്ക് പഠിക്കേണ്ടതിനുള്ളിൽ വ്യത്യാസം വരുത്തണം. കാരണം നമുക്ക് ടൈമുണ്ട്. നമ്മൾ ഈ വർഷം അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന പോലെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ജയിച്ചേ പറ്റൂ. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കണം നടത്തേണ്ടത്. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിക്കുള്ള ക്ലാസ്സുകൾ തന്ന് നിങ്ങൾക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും തന്ന് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നും അതിൻ്റെ നോട്ട്സും എല്ലാം തന്നുള്ള ക്ലാസ്സുകളാണ്. ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അത് +2 സേഡേ ഉണ്ട്, +1 ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അങ്ങനെ 6 പേപ്പറും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിലേതാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഉറപ്പിച്ച് ജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തരുകയും ചെയ്യും. അതിനുവേണ്ടി നമുക്ക് ആകെയുള്ളത് ഒരു പേപ്പറിന് ഇത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രമേ ഉള്ളൂ ഒരു പേപ്പറിന് നിങ്ങൾക്ക് ജയിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും. കാരണം ഇത് വീട്ടുകാരുടെ വളരെ നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നെ തൊട്ടത് ഇപ്പോഴാണ് വീട്ടുകാർ ഇതിനു വേണ്ടി ഒന്ന് മെനക്കെട്ട് തുടങ്ങിയത്. കുട്ടികൾ ഒന്ന് ഫെയിലായി അതോ ഇത് പക്ഷേ നേരത്തെ ഒന്ന് ഇറങ്ങി തിരിച്ചായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു പകുതി കുട്ടികളുടെ ഉറപ്പായിട്ടും ജയിച്ചേനെ. പക്ഷേ അന്നേരം ഒന്നും നമ്മൾ പിള്ളേരിൽ വിശ്വാസം അർപ്പിച്ച് അവർ പഠിക്കുന്നുണ്ടെന്ന് പറയുന്നു, യൂട്യൂബ് ക്ലാസ്സസ് കാണുന്നു. ഇതൊക്കെ പക്ഷേ നമുക്ക് ഒരു ഫലം കണ്ടില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു അബദ്ധം ഇനി ഉണ്ടാവരുതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ വർഷം ഇനി നമുക്ക് ഉള്ള സമയത്ത് പഠിക്കേണ്ടത്, നമുക്കിപ്പോൾ മാത്സ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ +2 പഠിക്കണം എന്ന് വെച്ചാൽ +2 സേ അല്ലെങ്കിൽ റെഗുലർ ഓക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ജയിക്കാൻ വേണ്ടിയുള്ളത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ മാറ്റിയിട്ടേക്കണം. എന്ന് പറയാൻ ജയിക്കേണ്ടതിന് വേണ്ടിയുള്ളത് ഉറപ്പിച്ച് പഠിച്ചിരിക്കണം. അതിനെ എത്ര വട്ടം എഴുതി പഠിച്ചാലും ഒന്നുമേ കൂടുതലല്ല. ആ രീതിയിൽ കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം ഉറപ്പായിട്ടും. അതുപോലെ +1 ഇമ്പ്രൂവ്മെൻ്റ് മാത്രം ചിലരുണ്ട് +2 മാത്രമേ എഴുതുന്നു. ഇപ്പോഴും ഒത്തിരി ഡൗട്ടായിട്ടുള്ളതാണ് ഏത് എഴുതണമെന്നുള്ളത് കേട്ടോ. ഉറപ്പായിട്ടും ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി പറയും. ഞാൻ ചുമ്മാതെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ടുള്ള മറുപടി കുറച്ച് ദിവസത്തിനുള്ളിൽ പറഞ്ഞു തരും. നമ്മളതെല്ലാം അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചുമ്മാതെ വന്നിട്ട് അതും എഴുതിയാൽ മതി, ഇത് എഴുതണ്ട, ഇത് എഴുതിയാൽ മതി, അത് എഴുതണ്ട, രണ്ടും എഴുതണ്ട ഇങ്ങനെ പല രീതിയിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനിത്തിരി സാവകാശം ചെറുതായിട്ട് വേണം. അത് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ കൂടെ വരും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ബട്ടനൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കൃത്യമായിട്ട് നിങ്ങളോട്ട് ആദ്യം എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് എഴുതണം. മാത്സ് ഇതിനൊക്കെ നമുക്കൊരു ഉറപ്പിച്ച് ജയിക്കാനുള്ളത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നിങ്ങൾക്ക് തരുമെന്നർത്ഥം. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ജയിക്കുക എന്ന് പറഞ്ഞാൽ 18 വേണ്ടെങ്കിൽ 20 25 ഉറപ്പിക്കും. പിന്നുള്ള മാർക്കുകളൊക്കെ ഒരു സെക്കൻഡറി ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അതൊരു 40 വരെ എത്തിക്കാനുള്ളത്. അപ്പോൾ 40 വരെ നമ്മൾ സെക്യൂർഡായിട്ട് പഠിപ്പിച്ചു വിടും എന്നർത്ഥം. ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, പിന്നെ അങ്ങോട്ട് കൂടാം. ഇത്രയും നമ്മളപ്പോൾ 25 40 ഈ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ കൂടെ പഠിച്ചിരിക്കണം. 25 എന്നുള്ളത് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അത് കിട്ടിയിരിക്കണം. അതിപ്പോൾ +1 +2 ആണെങ്കിലും നമുക്ക് കിട്ടും. ഇതേപോലെയാണ് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും നിങ്ങൾക്ക് അതേപോലെ തരും. കാരണം നമുക്ക് ഇനി ഈ വർഷത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനുള്ളതാണ്. അവിടെ നമുക്കൊരു കോംപ്രമൈസും ഇല്ല. അടുത്ത വർഷം ഒരു കോഴ്സിന് പുതിയത് +2 പാസ്സായവർക്കുള്ള ഒരു കോഴ്സിന് വേണ്ടി പോകണം. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തേക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ടും അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേണം വർക്ക് ചെയ്യാൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം വന്നു, ഉറങ്ങരുത് എന്ന് ഞാൻ പറയുകയാണ്. ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ട് ഉടനെ എഴുന്നേറ്റ് പഠിക്കാനുള്ള ആർജവം കാണിക്കണം. ഓക്കെ, അതിനുള്ള തൻ്റെ ഇടം കാണിക്കണം. കാരണം നമ്മൾ എന്തായാലും ഫെയിലായി, ഇനിയും ഫെയിലാവാൻ നമ്മളെ കൊണ്ടില്ല. നമ്മൾ ഇല്ല എന്ന് ഉറപ്പിക്കാൻ വർക്ക് ചെയ്യാൻ തന്നെ വേണം. വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് അതിനുവേണ്ടി സെറ്റ് ചെയ്യേണ്ടത്. മനസ്സ് എങ്ങനെ പറയുന്നു അത് ശരീരം വർക്ക് ചെയ്തിരിക്കും, അതിനുവേണ്ടി പ്രവർത്തിച്ചിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും ഇത്തിരി പോലും സമയം കളയാതെ മാത്സ് ഇത്തിരി കൂടുതൽ മാർക്ക് കിട്ടുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുക എന്നുള്ളതാവരുത്.
ഇത്തിരി കൂടുതലായിട്ട് തന്നെ പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ്സും എല്ലാം തന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് ക്ലാസ്സുകൾ തന്ന് ഇത്രയും മാർക്ക് കിട്ടാനുള്ള എല്ലാം കൃത്യമായിട്ട് തരും. ഇപ്പോൾ നമുക്ക് +2-ൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പം മെട്രിസസ് എല്ലാവർക്കും അറിയാം. മെട്രിസസ് ഇപ്പോൾ ചോദിച്ചാൽ അതറിയാമെന്നൊക്കെ പറയും. പക്ഷേ അതിനകത്തുനിന്നൊക്കെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകരുത്. +2-ൻ്റെ മെട്രിസസ് ഡിറ്റർമിൻസ് രണ്ടുകൂടെ ചേർത്ത് ഏറ്റവും കുറഞ്ഞതൊരു 13 മാർക്കോളം കുറഞ്ഞത് വരും. ചിലപ്പോൾ അത് 16 ആയേക്കാം അല്ലെ കേട്ടോ, അത്രയെങ്കിലും വരും. അപ്പോൾ ഈ 13 മാർക്ക് ഉണ്ടെങ്കിൽ 13 നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ഒരു 3 മാർക്ക് പോയി 10 കിട്ടണം. അങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ അകത്ത് ഞാൻ കൃത്യമായിട്ട് തരും, അവനെ അങ്ങോട്ട് പഠിച്ചോണം. അപ്പോൾ ഉറപ്പിച്ച് ജയിപ്പിച്ചിട്ടായിരിക്കും ഓരോ സബ്ജക്റ്റും വിടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കണം. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതെല്ലാം സിമ്പിളായിട്ട് നേടിയെടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത്, കാരണം ഒത്തിരി കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്, എല്ലാവരിലൂടെ എത്തട്ടെ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തന്നു തുടങ്ങും, എല്ലാം കാണുക. ഓക്കെ, നിങ്ങൾ ഇനിയും കഴിഞ്ഞ വർഷത്തെ പോലെ യൂട്യൂബിനെ ചുമ്മാതെ കണ്ട് തീർത്ത് കഴിഞ്ഞാൽ ഇനിയും പണി കിട്ടും. അങ്ങനെയൊന്നും ചെയ്യല്. ഒരു റെഗുലറായിട്ട് നിങ്ങൾക്ക് കമ്പൾസറി ആയിട്ടൊരു ക്ലാസ് കിട്ടി പഠിക്കുന്ന രീതിയിലോട്ട് മാറിയില്ലെങ്കിൽ പിന്നെയും അതൊരു റിസ്കിലോട്ട് ഉറപ്പായിട്ട് മാറും, ഹൈ റിസ്ക് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.